വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആൻ ഓഫ് ജീസസിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച ഫ്രാൻസിസ് പാപ്പ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 29-നാണ് തന്റെ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ ഭാഗമായി ബെൽജിയത്തിലെത്തിയ പാപ്പ ആൻ ഓഫ് ജീസസിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത്. ജീവിതത്തിൽ അവിചാരിതമായി സന്ദർശനം നടത്തി തനിക്ക് സ്വർഗീയ ആശ്വാസം പകർന്നു നൽകിയ ഒരു വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ലിസ്സുവിലെ കൊച്ചുറാണി തന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രാൻസിലെ കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയും കർമ്മലീത്ത സന്യാസിനിയും ഈ കഴിഞ്ഞ സെപ്റ്റംബർ 29-ന് ഫ്രാൻസിസ് പാപ്പ തന്റെ ബെൽജിയം സന്ദർശന വേളയിൽ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയും ചെയ്ത വാഴ്ത്തപ്പെട്ട ആൻ ഓഫ് ജീസസിനെ കുറിച്ചായിരുന്നു ആ കുറിപ്പുകൾ. തന്റെ ആത്മീയ ജീവിതത്തിന്റെ ഇരുണ്ട നാൾവഴികളിലൂടെ വിശുദ്ധ കൊച്ചുത്രേസ്യ സഞ്ചരിച്ചുകൊണ്ടിരുന്ന നാളുകളിൽ അവളെ ആശ്വസിപ്പിക്കാനായി സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടത് ഈ പുണ്യാത്മാവായിരുന്നു എന്നാണ് ആത്മകഥയിൽ വിവരിക്കുന്നത്. ദിവ്യനാഥൻ തന്നിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് തോന്നിയിരുന്ന ഒരു ഇരുണ്ട രാത്രിയിലൂടെ അവൾ കടന്നു പോവുകയായിരുന്നു. അവിടുത്തെ സ്നേഹ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കാതെ വളരെ ദുഃഖിതയായി ത്രേസ്യ കടന്നുപോയിരുന്ന ഒരു രാത്രി 3 കർമ്മലീത്ത സന്യാസിനിമാരുടെ സ്വർഗീയ സാന്നിധ്യം അവൾക്ക് ലഭിച്ചു. കർമ്മല വസ്ത്രങ്ങൾ അണിഞ്ഞ് നീണ്ട ശിരോവസ്ത്രങ്ങളുമായി എന്റെ അരികിലേക്ക് വന്ന അവർ സ്വർഗത്തിൽ നിന്ന് തന്നെയാണെന്ന് തനിക്ക് ഉറപ്പായിരുന്നുവെന്ന് കൊച്ചുത്രേസ്യ രേഖപ്പെടുത്തുന്നു. ഈ സ്വർഗീയ ദർശനം കണ്ട ത്രേസ്യ പരവശിയായി നിലത്തു വീണു. അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച യേശുവിന്റെ വിശുദ്ധ ആനിനോട് ത്രേസ്യ ചോദിച്ചു, യേശു എന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നത് എന്താണ്? എത്ര നാൾ ഞാൻ അവിടുത്തെ ദിവ്യ സാന്നിധ്യം അനുഭവിക്കാതിരിക്കണം? അവിടുത്തെ സ്നേഹത്തെ പ്രതിയുള്ള എന്റെ ഈ ചെറിയ പ്രവൃത്തികളിൽ അവിടുന്ന് സംതൃപ്തനാണോ? ആൻ മറുപടി നൽകി, അതെ, അവിടുന്ന് സംതൃപ്തനാണ്, അതീവ സംതൃപ്തനാണ്. അവിടുന്ന് നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കില്ല, ഉടനെ നിന്റെ അടുത്തു വരുമെന്നും ആൻ ഉറപ്പു നൽകി. സ്പെയിനിൽ 1545-ൽ ജനിച്ച വാഴ്ത്തപ്പെട്ട ആൻ ഓഫ് ജീസസ് ഒരു സന്യാസിനിയാവണമെന്ന് ചെറുപ്പം മുതലേ ആഗ്രഹിച്ചിരുന്നു. വീട്ടുകാരുടെ വിവാഹ നിർബന്ധങ്ങളെ മറികടന്ന് ഏകാന്ത ജീവിതം ആരംഭിച്ച ആൻ തന്റെ ആത്മീയ പിതാവായ ഈശോസഭ വൈദികനിൽ നിന്നാണ് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയെക്കുറിച്ചും കർമ്മല സഭയെക്കുറിച്ചും അറിയുന്നത്. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം സഭയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ അമ്മ ത്രേസ്യ നടത്തിയിരുന്ന ആത്മീയ പോരാട്ടങ്ങളെക്കുറിച്ചും അവൾ അറിഞ്ഞു. യേശുവിനോടുള്ള സ്നേഹതീക്ഷ്ണതയാൽ എരിഞ്ഞിരുന്ന ആനും ഉടനെ തന്നെ തന്റെ ആത്മീയ പിതാവ് വഴി അമ്മ ത്രേസ്യയ്ക്ക് ഒരു കത്തെഴുതി കർമ്മല സഭയിൽ ചേരാനുള്ള തന്റെ ആഗ്രഹം അതിൽ അറിയിച്ചിരുന്നു. ആനിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ടുള്ള അമ്മ ത്രേസ്യയുടെ കത്ത് ഉടനെ അവളെ തേടിയെത്തി. പിന്നീട് കർമ്മല സഭയിൽ കുരിശിന്റെ വിശുദ്ധ യോഹന്നാനോടും അമ്മ ത്രേസ്യയോടുമൊപ്പം തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്ന ആനിനെയാണ് എല്ലാവരും കണ്ടത്. പരിശുദ്ധാത്മാവിന്റെ വിവിധ വരദാന ഫലങ്ങളാൽ നിറഞ്ഞിരുന്ന ആൻ അനേകം രോഗികളെ സുഖപ്പെടുത്തുകയും ഭാഷാവരം ഉപയോഗിച്ച് വിവിധ ഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. അമ്മ ത്രേസ്യയുടെ മരണശേഷം പിന്നീട് അങ്ങോട്ട് കർമ്മല സഭയുടെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ നേതൃത്വം ആനിനായിരുന്നു. ഫ്രാൻസിൽ കർമ്മല സന്യാസ സഭ ആരംഭിക്കാനും ദൈവം ചുമതലപ്പെടുത്തിയത് ആൻ ഓഫ് ജീസസിനെ തന്നെയായിരുന്നു. അതിന്റെ ബാക്കി പത്രമായിരുന്നു ഫ്രാൻസിലെ ലിസ്സുവിൽ നിന്നുള്ള കർമ്മല സന്യാസിയായിരുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയും. തന്റെ ജീവിതകാലത്ത് വാഴ്ത്തപ്പെട്ട അന്നയുടെ സ്വർഗീയ മഹത്വം കൊച്ചുത്രേസ്യ കണ്ടതുപോലെ കത്തോലിക്ക സഭയും ആൻ ഓഫ് ജീസസിന്റെ സ്വർഗീയ മഹത്വം തിരിച്ചറിഞ്ഞു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 29-ന് ആ പുണ്യാത്മാവിനെ ഫ്രാൻസിസ് പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.